ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നേ. കിഡ്സിൻ്റെ ഡ്രോയിങ് കിറ്റായിട്ട് അൺബോക്സ് ചെയ്യണേ. ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടായിരിക്കും, പെയിൻറ്റ് ചെയ്യാനുള്ളതുണ്ടായിരിക്കും, വരയ്ക്കാനുള്ളതുണ്ടായിരിക്കും, പിന്നെ ഓയിൽ പേസ്റ്റ് ഉണ്ടായിരിക്കും, ക്ലേ ഉണ്ടായിരിക്കും, പെൻസില്, റബ്ബറ്, കട്ടറ്, പിന്നെ എന്നിട്ടായിരുന്നു ക്രയോൺസ്, കളർ പേന, അങ്ങനെ എല്ലാം ഒരുവിധം വരയ്ക്കാനുള്ള എല്ലാ കിറ്റും ഉണ്ടായിരുന്നു. എന്നിൽ കുട്ടി ഉണർന്നു എന്ന് പറഞ്ഞ പോലെ അവൻ്റെ ഓയിൽ പേസ്റ്റ് എടുത്ത് ഞാൻ പടം വരെ തുടങ്ങി. അതിൻ്റെ മുന്നിൽ ഒരു ട്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാനായിരുന്നു എൻ്റെ ഉത്സാഹം. ഇങ്ങനെ ഫുൾ കളർ ചെയ്ത് ഫുൾ ബ്ലാക്ക് ചെയ്ത് അവരൊരു കിറ്റ് പോലത്തെ ഒരു സാധനം തരും, അത് വെച്ച് വരച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കളറുകൾ പുറത്തേക്ക് ചാടും. ഇങ്ങനെയുണ്ട്. എന്തായാലേ നമ്മുടെ കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണെന്ന് നോക്കുന്നേ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത എൻ്റെ പരീക്ഷണം ക്ലൈയിലേക്കായിരുന്നു. സംഭവം അവൻ്റെ ക്ലൈ എടുത്തൊന്നും പറഞ്ഞിട്ട് ഭയങ്കര തല്ലായിരുന്നു. കുട്ടികളുടെ കിറ്റ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ നിൽക്കരുത്. കാരണം ഇത് കഴിഞ്ഞിട്ട് അവിടെ നടന്ന ഒരു മഹാലോക യുദ്ധമായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ സാധനം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പരത്തിയിട്ട് വെച്ച് അച്ച് പോലെ എടുത്തിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയെന്നുള്ളത്. ആഹാ, ഇതായിരുന്നു എൻ്റെ കുട്ടൻസ്. അങ്ങനെ ഒരു ഇതിൽ അവൻ്റെ നിന്ന് തല്ലും അടിയും പിടിയൊക്കെ കിട്ടി. ഞാനൊരു വിധം ഈ വീഡിയോ അവസാനിപ്പിച്ച്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്